തിരുവല്ല കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിലിൽ VIP പരിഗണന ലഭിച്ചിരുന്നുവെന്ന് സഹതടവുകാരി സുനിത. അന്നത്തെ ജയിൽ DIG പ്രദീപ് കുമാറുമായി ഷെറിന് ബന്ധമുണ്ടായിരുന്നു. പ്രദീപ് കുമാർ രാത്രിയിൽ ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നും തൃശൂർ തളിക്കുളം സ്വദേശി സുനിത ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവല്ല കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ കാരണവർക്ക് തിരുവനന്തപുരം വനിതാ ജയിലിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ വഴിവിട്ട പരിഗണന ലഭിച്ചിരുന്നു. ജയിലിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ മറ്റ് സഹതടവുകാർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങളും പരിഗണനയും ലഭിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത് സുനിതയാണ്. സുനിത 2013-14 കാലഘട്ടത്തിൽ ജയിലിൽ ഷെറിൻ്റെ സഹതടവുകാരിയായിരുന്നു. ഈ ഷെറിന് കിട്ടുന്ന പരിഗണനയ്ക്കൊക്കെ എതിരെ നിയമപരമായിട്ടുള്ള പരാതികളും അവർ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എത്രമാത്രം പരിഗണന ഈ ജയിൽ പുള്ളിക്ക് അവിടെ ലഭിച്ചു എന്നുള്ള കാര്യം സുനിത നമ്മളോട് പറയുന്നു. ഞാൻ അവിടെ കിടന്ന സമയം മുതൽ കാണുന്നത് ഷെറിന് ആവശ്യമുള്ള ഭക്ഷണം, ഷെറിന് ഇപ്പോൾ പറയുന്നത് എന്താണോ ആ സമയത്തുള്ള ആ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഷെറിന് സ്വന്തമായിട്ട് ജയിലിൽ മൊബൈൽ ഉണ്ടായിരുന്നു ഉപയോഗത്തിന്. പിന്നെ ജയിലിലെല്ലാവർക്കും ശിക്ഷാ ഡ്രസ്സ് തയ്പ്പിക്കുമ്പോൾ ഷെറിന് ആവശ്യമുള്ള ഡ്രസ്സ് വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്ന ഡ്രസ്സാണ് ഷെറിന് ഉപയോഗിച്ചിരുന്നത്. അത് 6-7 ജോഡി ഡ്രസ്സുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ പെർഫ്യൂം, കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഷെറിൻ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ജയിലിൽ നമുക്കൊരു ജബുക്കാളം, ഒരു പായ, പ്ലേറ്റ്, മുണ്ടൊക്കെ തരുമ്പോൾ ഷെറിന് മാത്രം കുറച്ച് പാത്രങ്ങൾ, ഒരു ബെഡ്, തലയണ, അത്രയും സൗകര്യങ്ങളും പിന്നെ ഒരു വലിയ ബക്കറ്റ് നിറയെ അവിടെ ബെഡ്ഷീറ്റുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ വേറെ ഒരു രീതിയിലാണ് അവരവിടെ കഴിഞ്ഞത്. എത്ര നാൾ അവർക്കൊപ്പം താമസിച്ചിട്ടുണ്ട്? 4 മാസത്തോളം ഏകദേശം. ഈ 4 മാസം മുഴുവനായിട്ടും അവർക്ക് ഈ പരിഗണനകൾ ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി വിസിറ്റ് ചെയ്തപ്പോൾ ജില്ലാ സെഷൻസ് ജഡ്ജിയോട് പരാതിപ്പെട്ടു. സുനിൽ തോമസ് സാറെന്ന് പരാതിപ്പെട്ടു. സുനിൽ തോമസ് സാറ് അവിടുത്തെ സെല്ലുകളൊക്കെ സെർച്ച് ചെയ്തു. മറ്റ് തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെറിന് അനുഭവിച്ചിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട് സാറ് പറഞ്ഞതിനെ തുറന്നിട്ട് ആ സാധനങ്ങളൊക്കെ അന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ തന്നെയായിരുന്നു. വീണ്ടും ആരുടെയൊക്കെ സമ്മതത്തോടു കൂടി നടന്നു എന്നാണ് പറയുന്നത്? ഉന്നത ഉദ്യോഗസ്ഥരുണ്ടോ കൂടെ? ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ DIG പ്രദീപ് സാറ്, പിന്നെ സൂപ്രണ്ട് നസീറ ബീവി എന്നാണ് പേര്. പിന്നെ അവിടുത്തെ മറ്റ് സെലിൻ കുമാരി, സരസ്വതി എന്ന് പറയുന്ന സ്റ്റാഫുകൾ, പിന്നെ എനിക്ക് പേര് ഓർമ്മയില്ല, 2-3 അവിടുത്തെ സ്റ്റാഫുകൾ. അവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് അവരെ ജയിലിലത്തെ എല്ലാവിധ സൗകര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു മറ്റ് സഹതടവുകാരോടാണെങ്കിലും. ഷെറിൻ പ്രശ്നം ഉണ്ടാക്കാനും ഷെറിൻ പറഞ്ഞതാണ് അവിടെ നടത്തുള്ളൂ. അത് ഉദ്യോഗസ്ഥന്മാർ ഷെറിനോടൊപ്പം നിൽക്കുള്ളൂ. അന്ന് ഞാൻ ഈ പരാതിപ്പെട്ടപ്പോൾ ഒരു രമ്യ, ലത എന്ന് പറഞ്ഞ തടവുകാരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രമ്യയുടെ വീട്ടുകാർ ഷെറിൻ ഭീഷണിപ്പെടുത്തിയിട്ട് രമ്യ അന്നത്തെ വെൽഫെയർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജയിലിൽ കിടന്നിട്ടല്ല, പുറത്തുനിന്ന് ആരോ രമ്യയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് രമ്യ അന്ന് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് ഞാൻ സെൻകുമാർ സാറിന് പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മര്യാദകൾക്ക് നിലയ്ക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി മറ്റോ? DIG പ്രദീപ് സാറായിട്ട് അത്തരം ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം 6 ശേഷം ലോക്കപ്പിന് ശേഷം ലോക്കപ്പ് തുറക്കണമെങ്കിൽ ഒന്നുകിൽ പുതിയ അഡ്മിഷൻ വരണം, അതല്ലെങ്കിൽ ആ തടവുകാരിക്കോ അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ലോക്കപ്പ് തുറക്കേണ്ട കാര്യമുള്ളൂ. ഷെറിനെ 6 ശേഷമൊക്കെ ലോക്കപ്പ് തുറന്നിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ നമുക്ക് പ്രദീപ് സാറ് വരുന്നത് കാണാം. പിന്നെ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്, ഇനി അകത്ത് റൂമിൽ എവിടെയാണോ ഇരിക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ഇവർ പോകുന്നത് എന്തെങ്കിലും തരത്തിൽ? ഉണ്ട്. പ്രദീപ് സാർ വരുമ്പോൾ മാത്രമാണ് അവിടെ ഇറക്കാറ്. പിന്നെ ഈ മൊബൈൽ ഫോൺ ഇഷ്യൂല് ഷെറിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനി മാത്രം പ്രശ്നം ഉണ്ടാക്കണുള്ളൂ, സുനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി, എന്നെ അവളെ ഇറക്കി തരാം, പിന്നെ പ്രദീപ് സാർ പ്രശ്നം ഉണ്ടാക്കില്ലേ. പ്രദീപ് സാറിന് ഞാൻ പരാതി പറഞ്ഞതിനെ തുറന്നിട്ട്. ചേച്ചി ഒരാൾ മാത്രമാണോ പരാതിക്കാരി ഉണ്ടായിരുന്നത്? മറ്റുള്ള ആളുകൾ ഉണ്ടായിരുന്നു? അന്ന് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ, രമ്യ, ലത എന്ന 2-3 പരാതിക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. വ്യക്തമാണ്. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ കാരണവർക്ക് തിരുവനന്തപുരം വനിതാ ജയിലിൽ, അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അർഹിച്ചതിൽ കൂടുതൽ പരിഗണന കിട്ടി. ഒരു ജയിൽ പുള്ളി ഏത് നിലയിലാണ് തടവ് പൂർത്തീകരിക്കേണ്ടത് ആ നിലയിലല്ലായിരുന്നു. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കൾ അടക്കം അവരെ സഹായിക്കാനുണ്ടായിരുന്നുവെന്ന് ഷെറിൻ തന്നെ സുനിതയോട് വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. മാത്രമല്ല ജയിൽ DIG അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഷെറിനുമായി സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചു ാണ് ഈ തടവുകാരിയായിട്ടുള്ള ഷെറിൻ ജയിലിൽ വളരെ ആസ്വദിച്ച് ജീവിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് സുനിത വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ തളിക്കുളത്ത് നിന്നും ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.